ഹായ് ചങ്ങാതീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് തമ്പനെയിൽ കണ്ട പോലെ ലഹരി മരുന്നുകളുടെ ഉപയോഗം, അതുപോലെ തന്നെ നമ്മുടെ സിനിമ അതിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഷെയർ ചെയ്യുന്ന എന്താ കാരണം, എന്താ പറയാൻ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു ആയിരുന്നു. ഇപ്പോൾ ഞാനൊരു അമ്മയും കൂടിയാണ്. അപ്പോൾ എനിക്ക് രണ്ട് സ്റ്റേജിലെ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ മാതാപിതാക്കൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. ഉപദേശം ആർക്കും ആക്ച്വലി ഇഷ്ടമല്ല. കേൾക്കേണ്ടവർക്ക് കേൾക്കാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്യാതെ കേട്ടാൽ എന്തെങ്കിലുമൊക്കെ സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുക. നിങ്ങളുടെ കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് അവരിലൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ ലാത്തി അടിച്ച് സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാരൻസ് അതുപോലെ തന്നെ ടീച്ചേഴ്സ് കുറച്ച് കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി എന്നല്ല, നല്ലൊരു ഭാഗം കുട്ടികളുടെ ക്യാരക്ടറിലും കാര്യങ്ങളിലും മാറ്റം വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്കാലത്തും ഇവ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മയക്കുമരുന്നാണ് ഇപ്പോൾ പുതിയതായിട്ട് പല പേരുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അന്നും ഉണ്ടായിരുന്നു. ഈ ലഹരി എന്ന് പറയുന്ന സാധനം അന്ന് ഇത്രയും ക്രൈമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഇതുപോലെയുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഓഫ് സാധനം എന്ന് പറയുന്നത് ഒരു 3-4 പെൺകുട്ടികൾ ചേർന്നിട്ട് സിഗരറ്റ് വലിക്കുന്ന ഒരു വീഡിയോ പണ്ട് വൈറലായിരുന്നു. പണ്ടെന്ന് പറയുമ്പോൾ ഒരു 10-12 വർഷം മുമ്പ്, 12-13 വർഷം മുമ്പ് ആ ഒരു വീഡിയോ വൈറലായിരുന്നു. 13 വർഷം മുമ്പ് ആ പെൺകുട്ടികൾക്ക് സിഗരറ്റ് ഒക്കെ എവിടെ നിന്ന് കിട്ടുന്നു? ഈ കാലഘട്ടത്തിൽ ചിലപ്പോൾ പെൺകുട്ടികൾ ബാംഗ്ലൂരോ കൊച്ചിയോ അങ്ങനെയുള്ളവർ പോയി കടകളിൽ നിന്ന് സിഗരറ്റ് എന്ന് പറഞ്ഞ് വാങ്ങിക്കാനായിട്ട് മേ ബി മടി ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ അന്ന് കാലഘട്ടത്തിൽ ഇതൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അന്നേ നമ്മൾ ഇത്രയും സ്ട്രിക്റ്റ് ആയിരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇത്ര അഴഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയുള്ള കാലഘട്ടം പേടിയാവുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിക്ക് 2 മക്കളാണുള്ളത്. ഒരാൾ 2ാം ക്ലാസ്സിലും ഒരാൾ LKG പഠിക്കുന്നത്. അവരുടെ ഒരു ജനറേഷനൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. അച്ഛനോ അമ്മയ്ക്കോ പോലും വീട്ടിൽ കിടന്നുറങ്ങാനായിട്ട് പറ്റുന്നില്ല. തലയടിച്ച് പൊളിക്കുന്നു, പല രീതിയിൽ കൊല്ലുന്നു. ഇതൊക്കെ സിനിമ ഒരു ക്രൈറ്റീരിയ ആണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ ഉണ്ടാവും. കാരണം എങ്ങനെ കൊല്ലണം, ഇതെങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ അവർക്ക് ഈ സിനിമകൾ കാണുമ്പോൾ കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ സിനിമയിൽ വളരെ നല്ല നല്ല കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും നെഗറ്റീവ് ആസ്പെക്ട്സ് മാത്രം എടുക്കാനാണ് ഇഷ്ടം. ഓക്കെ, അതാണ് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ മാർക്കോ എന്ന് പറയുന്ന സിനിമയ്ക്ക് നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ഒരു 2 ക്രൈം വന്നപ്പോൾ ആ സിനിമയ്ക്ക് ഇല്ലാത്ത കുറ്റങ്ങളില്ല. മനസ്സിലായോ? അതിൽ ഞാൻ കണ്ട പടമാണ് അത്. ഈ പറയുന്ന പോലെ 18 കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതിനൊന്നും ഞാൻ തെറ്റുമുറ്റൊന്നും പറയുന്നില്ല. അത്രയും ക്രൈം ആയിട്ടുള്ളത് മലയാള സിനിമ മാത്രമല്ല അങ്ങനെയാണെങ്കിൽ ബാൻ ചെയ്യേണ്ടത്. ഓക്കെ, മലയാള സിനിമയ്ക്ക് കൊമ്പൊന്നുമില്ല. മലയാള സിനിമ മാത്രമല്ല, ലോകത്തിലെ പാൻ ഇന്ത്യ ഫിലിം അങ്ങനെ ഇറങ്ങുമ്പോൾ അതിലെല്ലാം ഈ പറയുന്ന പോലെ ഈ ക്രൈം കാര്യങ്ങൾ അങ്ങനത്തെ അവോയ്ഡ് ചെയ്യണം. ഓക്കെ, അല്ലാണ്ട് മലയാള സിനിമയിൽ മാത്രമായിട്ട് ഒരു ക്രൈം കുട്ടികൾ കാണുന്നില്ല. മലയാളത്തിലില്ലെങ്കിൽ തമിഴിൽ പോവും, തെലുങ്കിൽ പോവും, കന്നഡ പോവും, കൊറിയ പോവും, അങ്ങനെ ചൈനീസ് പോവും. അവർക്ക് എങ്ങനെയാണ് എവിടെയാണ് എന്താണ് കിട്ടുന്നത് അത് ചെയ്യും. അപ്പോൾ ഒരു വിഭാഗം മാത്രം, ഈ മലയാള സിനിമ എന്ന് പറയുന്ന ഒറ്റ വിഭാഗം കൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ആരെയും നന്നാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ സിനിമ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നല്ല സിനിമയും അതുപോലെ ഇൻഫ്ലുവൻസ് ആയിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല. നല്ല സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിൻ്റെ ഒരു സിനിമയുണ്ട്. അതിനകത്ത് അതാണ് പാരൻസിനോട് എനിക്ക് മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം. പാരൻസ് ആൻഡ് ടീച്ചേഴ്സ്, നിങ്ങൾ ഈ 2 വിഭാഗക്കാരെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും കുറച്ചൊരു ബെറ്റർ ഭാവി സമ്മാനിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. മാതാപിതാക്കൾ വീട്ടിലെ മാക്സിമം കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് വഴക്ക് കൂടുന്നത് ഒഴിവാക്കുക. നിങ്ങൾ സ്നേഹത്തിൽ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ അവർക്കും ഒക്കെ എൻ്റെ വീടും ഒരു ജീവിക്കാൻ പറ്റിയ ഒരു ഇടമാണ് എന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ എനിക്ക് എന്തും തുറന്ന് പറയാൻ പറ്റുന്ന ഒരു ഇടം ഇവിടെ ഉണ്ട്, നമ്മുടെ വീട്ടിലുണ്ട് എന്നുള്ളത് കുട്ടികൾക്ക് തോന്നണം. അതാണ് മെയിനായിട്ട്. എനിക്ക് ഈ കുട്ടികൾ ഈ ഡ്രഗ്സിലേക്കോ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക്, ഈ ലഹരി എന്ന് പറയുന്നത് ഡ്രഗ്സ് മാത്രമല്ല, ലഹരി വേറെ ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്, ഒരുപാട് ഡിവിഷൻസ് ഉണ്ട് ഇതിന്. അതിലേക്കെല്ലാം പോകുന്നത് മേജറായിട്ടും നമ്മുടെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടിൻ്റെ കുറവ് കൊണ്ടാണ് ഫസ്റ്റ് ഈ കുട്ടികൾ ഇതിലൊക്കെ പോകുന്നത്. സ്ഥിരമായി തല്ലുകൂടുന്ന മാതാപിതാക്കൾ, അല്ലെങ്കിൽ അച്ഛനില്ലാത്ത വീട്ടുകാർ, അതായത് അച്ഛൻ ഉപേക്ഷിച്ച് പോയി, അമ്മ ഉപേക്ഷിച്ച് പോയി, അങ്ങനെയുള്ള കുട്ടികളായിരിക്കും കൂടുതലും ഉണ്ടാകുന്നത്. നമ്മുടെ പണ്ടൊക്കെ നമ്മൾ പറയില്ലേ, പാല് ചാണകത്തിൽ ചേർന്ന ചാണകം മണക്കും എന്ന് പറയും, ചന്ദനം ചാണകത്തിൽ ചേർന്ന ചാണകം മണക്കും എന്ന് പറയുന്ന പോലെ ഒരു 3-4 പിള്ളേരുള്ള ഗ്രൂപ്പിലേക്ക് ഒരുത്തൻ മോശക്കാരൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ ചെയ്യുന്നതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഈ കുട്ടികളിൽ ഉണ്ടാവും. ഓക്കെ, പിന്നെ ആൺകുട്ടികൾ പുറത്തു പോയാൽ അന്വേഷിക്കുന്ന അമ്മമാരും അച്ഛന്മാരും പെൺകുട്ടികൾ ലേറ്റ് ആയിട്ട് വന്നാലും എന്താണ് കാര്യം എന്നുള്ളത് ചോദിച്ചിരിക്കണം. പിന്നെ കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇന്ന് എന്താ ചെയ്തത്, എന്താ ഉണ്ടായത് എന്ന് നമ്മൾ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കണം. കുറച്ച് നാൾ നമ്മൾ ചോദിക്കുമ്പോൾ പിന്നെ നമ്മൾ ചോദിക്കാതെ തന്നെ അവരിങ്ങോട്ട് തിരിച്ച് പറയും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, പറയും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എന്ന് വടി പോയോ അതോടുകൂടി തീർന്നു. പിന്നെ പാരൻസ് ആണെങ്കിൽ നമ്മൾ ഓവർ ഫ്രീഡം കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. ഓവറായിട്ട് ഫ്രീഡം കൊടുത്താലും അന്ധമായി കുട്ടികളെ വിശ്വസിക്കാതിരിക്കുക. അതാണ് അന്ധമായി വിശ്വസിക്കാതിരിക്കുക. എപ്പോഴും കുട്ടികളുടെ ഒരു പിടി, ഒരു ചരട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അവർ ഫ്രീ ആയി പറഞ്ഞോട്ടെ. നമ്മുടെ പട്ടൊക്കെ കണ്ടിട്ടില്ലേ, ആ നൂല് കറക്കുന്നത് ഒരു പ്രായം വരെ നമ്മൾ തന്നെ മാതാപിതാക്കൾ, പാരൻസ് കറക്കിക്കൊണ്ടിരിക്കണം. അത് കുട്ടികൾ വിചാരിക്കും അവർ പറക്കുന്നുണ്ടല്ലോ, പായുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും. അവർ പറഞ്ഞോട്ടെ, സ്വതന്ത്രരായി പറഞ്ഞോട്ടെ. പക്ഷേ ഈ പട്ടം നമ്മൾ ഈ നൂല് ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് തിരിച്ച് വരണം. അതിനുള്ളൊരു പിടി എന്നും പാരൻസിൻ്റെ കയ്യിൽ മക്കളെ സംബന്ധിച്ച് ഉണ്ടാവണം, ഒരു പ്രായം വരെ. പിന്നെ ഒരു പ്രായം, ഈ പ്രായത്തിൻ്റെ ആണെന്നൊക്കെ പറയില്ലേ, നമ്മളും ഈ പ്രായം കഴിഞ്ഞ് വന്നതാണെന്നൊക്കെ പണ്ട് ഇതുപോലെ അമ്മമാരും അമ്മമാരൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഇതെന്തത് ഇങ്ങനെ പറയണം, എന്താ ഇങ്ങനെ പറയാം, 4-5 ഓണം കൂടുതൽ ഉണ്ടാകാന്നൊക്കെ പറയുമ്പോൾ എന്താ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ വിചാരിക്കും. പക്ഷേ 4-5 ഓണം കൂടുതൽ ഉണ്ട് കഴിഞ്ഞാൽ അത്രയും ജീവിതം, ലൈഫിൻ്റെ ഒരു എക്സ്പീരിയൻസ്, 5 വർഷത്തെങ്കിൽ 5 വർഷം ജീവിതം പഠിപ്പിക്കാത്ത പാഠങ്ങളില്ല. സോ ഒരു 5 വർഷത്തെങ്കിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് അവർക്കുണ്ട്. അപ്പോൾ അവർ പറയുന്നതിനകത്ത് എന്തെങ്കിലും കാര്യം കാണും. എല്ലാവരും അവരവരുടെ
ഞാനിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഉപദേശം അത് ആർക്കും ഇഷ്ടമല്ല, എനിക്കിഷ്ടമല്ല. പക്ഷേ ഉപദേശിക്കുന്നതിൽ കാര്യമുണ്ടോ, അല്ലെ ആ പറയുന്നതിനകത്ത് പോയിന്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള കുറച്ച് മൂള, ഒരു വകതിരിവ് എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും വേണം. നല്ലതാണെങ്കിൽ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ മാത്രം നോക്കി നമുക്ക് ജീവിക്കാനൊന്നും പറ്റില്ല. പക്ഷെ പറയുന്ന കാര്യത്തിൽ കാര്യമുണ്ടോ എന്നുള്ളത് അത് തിരിച്ചറിയാനുള്ള ഒരു മിനിമം കോമൺ സെൻസ്, ഒരു ബുദ്ധി എല്ലാ കുട്ടികൾക്കും വേണ്ടതാണ്. അത് മാതാപിതാക്കളും അതുപോലെ തന്നെ ടീച്ചേഴ്സും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും അതൊക്കെ ഒന്നും കൂടെ സെറ്റാക്കി കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇപ്പോൾ തീരെ ഇല്ലാത്ത ഒരു കാര്യമാണ് റെസ്പെക്ട് എന്ന് പറയുന്നത്. ടീച്ചേഴ്സിനാണെങ്കിലും പാരൻസിനാണെങ്കിലും പിള്ളേർക്ക്, പ്രത്യേകിച്ച് ടീച്ചേഴ്സിന് വലിയ വിലയൊന്നും ആരും കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ മോളുടെ സ്കൂളിൽ പോകുമ്പോൾ ചിലർ ടീച്ചേഴ്സിൻ്റെ അടുത്ത് സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. ഇപ്പം എൻ്റെ മോളൊക്കെ പറയും, ടീച്ചർ പറയും, എനിക്ക് മോളെ അടി കിട്ടും, മോട്ട് അടി കിട്ടാറുണ്ട് എൻ്റെ കയ്യിൽ നിന്ന്. പക്ഷേ ഞാൻ എവിടെ പോകുവാണെങ്കിലും മോളെ എൻ്റെ കൂടെ വരും. ഇപ്പോൾ ഓഫീസ് റൂമിൽ ചോക്ക് എടുക്കാൻ പോകണം, പോയിട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾ വന്ന് ചോദിക്കുന്നു പറയും, ടീച്ചറെ ഞാനും കൂടെ വന്നോട്ടെ എന്ന് ചോദിക്കുന്നു പറയുന്നുണ്ട്. ചില ടീച്ചേഴ്സ് അങ്ങനെയുണ്ട്, ചില കുട്ടികൾ അങ്ങനെയുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ മോളായതുകൊണ്ട് പറഞ്ഞതല്ല കേട്ടോ, അങ്ങനെയുണ്ട്. ചില കുട്ടികൾ ടീച്ചേഴ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സിനെ വേണമെങ്കിൽ മാറ്റി നിർത്തും. പിന്നെ പ്രത്യേകിച്ച് ഈ മിക്സഡ് സ്കൂൾ, ബോയ്സ് സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ സമ്മതിക്കണം. പിള്ളേർക്ക് ഒരു വിലയില്ല. ഈ വടി എന്ന ടീച്ചർമാരുടെ കയ്യിൽ നിന്ന് പോയോ അതോട് കൂടിയിട്ട് ടീച്ചർമാരുടെ ആഫീസ് പൊട്ടിയെന്ന് പറയാം നമുക്ക് മലയാളത്തിൽ, പച്ച മലയാളത്തിൽ ടീച്ചേഴ്സിൻ്റെ ആഫീസ് അതോട് കൂടി പൊട്ടി. ഈ വടിയൊക്കെ തിരിച്ചു വരണം. നമ്മളും അങ്ങനെ തന്നെയല്ലേ ഇരുന്നത്. ചെറിയ ഒരു പേടി വേണം. അത് മാതാപിതാക്കളോടായാലും വേണം, ടീച്ചേഴ്സിനോടായാലും വേണം. പേടിയും റെസ്പെക്റ്റും വേണം, കൂട്ടത്തിൽ ഇഷ്ടവും വേണം. അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും കൂടിയിട്ട് നോക്കിയിട്ട് തന്നെയാണ് എല്ലാവർക്കും ഇനി ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ ലഹരി, അതുപോലെ തന്നെ കുട്ടികളുടെ ബാഗിൽ എന്താണുള്ളത്, ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, നമ്മൾ കുട്ടികളോട് സ്ഥിരമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മാതാപിതാക്കൾ കുട്ടികളായിട്ട് സംസാരിക്കുക. സ്ഥിരമായിട്ട് സംസാരിക്കുന്ന മാതാപിതാക്കളാണ് എന്നുണ്ടെങ്കിൽ ഇവരുടെ മാറ്റം നല്ലൊരു അമ്മയാണ്, നല്ലൊരു അച്ഛനാണ് എന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റിയിരിക്കും. എന്ത് തന്നെ പറഞ്ഞാലും നമുക്ക് മനസ്സിലാവും നമ്മുടെ കുട്ടികളെ. അമ്മ എന്ന് പറയുന്ന, അമ്മയേക്കാൾ വലിയ പോരാളി ആരുമില്ല എന്നൊക്കെ പറഞ്ഞില്ലേ KGF. അങ്ങനെ തന്നെയാണ്, അമ്മമാർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതില്ല. പക്ഷേ അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെ, അന്ധമായി കുട്ടികളെ വിശ്വസിക്കരുത്. വിശ്വാസം നല്ലതാണ്, പക്ഷേ അന്ധമായി എന്ത് പറഞ്ഞാലും എന്ന് പറഞ്ഞിട്ട് കേട്ട് നിൽക്കുന്ന അമ്മമാരെ ആവരുത് നിങ്ങൾ. ആവരുത്. കുട്ടികൾ പറയുന്നതിനകത്ത് കാര്യം ഉണ്ടാവും. എൻ്റെ മോൻ പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ മോൾ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് 100% നമുക്ക് ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ഒരു 95 അല്ലെങ്കിൽ ഒരു 98% നമുക്ക് നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റണം. അതിനുള്ള ഒരു ഫ്രീഡം നിങ്ങൾ അവർക്ക് കൊടുക്കണം. ഫ്രീഡത്തിൻ്റെ ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു നൂല്, ആ പട്ടത്തിൻ്റെ ആ നൂല് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. നിങ്ങളത് ശ്രദ്ധിച്ച് തന്നെ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കാലഘട്ടം വളരെ മോശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സിനിമകൾ കുറ്റം പറയുന്ന ആൾക്കാർ ഈ ലഹരി അല്ലെങ്കിൽ മയക്കുമരുന്ന്, ഈ MDMA അങ്ങനെ ഇങ്ങനെ പേരുകൾ കുറേ മയക്കുമരുന്നുകൾ ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ കേരളത്തിൽ എത്തുന്നു എന്ന് അന്വേഷിക്കാൻ ആർക്കും ഒരു താല്പര്യമില്ല. കാരണം മണി ഇഷ്ടം പോലെ ഇതിൻ്റെ പിന്നിൽ ഒഴുകുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ പിള്ളേരെ അതിലേക്കൊന്നും പോവാതെ നോക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ കടമയാണ്. അല്ലാതെ നാടിനെ നന്നാക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് നന്നാക്കാൻ പറ്റുന്നത് 1 2 ഒക്കെ അല്ലേ ഉള്ളൂ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ പിള്ളേർ. അപ്പോൾ അവരെ നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ നിയന്ത്രിച്ച് ഇതിങ്ങനെയാണ് അതങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. അതാണ് ഞാൻ പിന്നെ പറഞ്ഞത്, മിനിമം കോമൺ സെൻസ് നമ്മൾ പറയുന്ന കാര്യത്തിൽ എപ്പോഴും ഉപദേശിച്ച് എപ്പോഴും പിന്നെ നമ്മൾ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആർക്കാരും പോരായിരിക്കും. അതല്ലാതെ കാര്യം എന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം. അതാണ് ഞാൻ പറഞ്ഞത്, പാരൻസും ടീച്ചേഴ്സും കൂടി വിചാരിച്ചാൽ മാത്രമേ ഇനിയുള്ള തലമുറയ്ക്ക് ഒരു രക്ഷയുള്ളൂ. ഇപ്പോൾ കണ്ടില്ല, നമ്മുടെ ഷഹബാസിൻ്റെ കാര്യം കണ്ടില്ലേ? എന്തിനാണ് ആ 10ാം ക്ലാസ് അവർക്ക് ഇനി എക്സാം എഴുതിച്ചിട്ട് എന്തിനാണ്, എന്താ അതുകൊണ്ട് യൂസ്? അവർ ഇത്രയും വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവർക്ക് എന്താ കളക്ടർ ജോലി എന്തുണ്ടോ? അവർക്കാണ് പ്രൊട്ടക്ഷൻ. മരിച്ചവനോ അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിനോ നീതി കൊടുക്കാനോ കാര്യങ്ങൾക്കോ അല്ല. ഈ പിള്ളേരെ പൊതിഞ്ഞു കൊണ്ടുപോയി പരീക്ഷ എഴുതിച്ച് കൊണ്ടുവരാൻ എന്താ നമ്മുടെ നീതി വ്യവസ്ഥ ഈ പറയുന്ന പോലെ എങ്ങോട്ട് പോകുന്നു, ആരോട് പോകുന്നു, ആർക്കാ നീതി കിട്ടേണ്ടത്, ആർക്കാ നീതി കൊടുക്കേണ്ടാത്തതെന്ന് ആർക്കും മനസ്സിലാവാത്ത അവസ്ഥയിലാണ് നമ്മുടെ കേരളത്തിൻ്റെ പോക്ക്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. സിനിമ അതിലൊരു എഫക്റ്റ് ആണോ എന്ന് വെച്ചാൽ ഇപ്പോൾ ദൃശ്യത്തിൻ്റെ കാര്യമൊക്കെ പറയുന്ന പോലെ എങ്ങനെയാണ് ഇപ്പോൾ ഒരു ക്രൈം എങ്ങനെ ചെയ്യാമെന്നുള്ളതിന് ഒരു ഐഡിയ കിട്ടും. ഒബ്വിയസ് കിട്ടും. അത് ഈ ക്രൈം ചെയ്യുന്ന ആ ഒരു മൈൻഡിലേക്ക് കുട്ടികളെ എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് പാരൻസിൻ്റെ ഡ്യൂട്ടി. അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കുറേ നാളത്തേക്കൊക്കെ നമ്മുടെ കേരളം നല്ല സുഖമായിട്ട് പോവും. അപ്പോൾ എല്ലാ അച്ഛന്മാരും അമ്മമാരും ഇനി വരുന്ന തലമുറയെങ്കിലും ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും സ്നേഹത്തിൽ കഴിയുക. നിങ്ങളുടെ സ്നേഹമാണ് കുട്ടികൾ കണ്ട് വളരേണ്ടത്. അതിൽ കുട്ടികളെ നിങ്ങൾ തന്നെ നോക്കുക. നിങ്ങളുടെ മക്കളെ നിങ്ങൾ തന്നെ നോക്കുക. 1 2 അല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ മക്കളെ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാനുള്ളത്. അല്ലാതെ ലഹരി വരുന്നത് നമ്മളെ കൊണ്ട് തടയാനൊക്കത്തില്ല. ഒന്നും നമ്മളെ കൊണ്ട് പിടിച്ച് നിർത്താൻ പറ്റില്ല. ഇപ്പോൾ പ്രളയം വന്നു, നമ്മളെ കൊണ്ട് പിടിച്ച് നിർത്താൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു മഹാമാരിയാണ് ഈ ലഹരി എന്ന് പറയുന്നത്. അതും നമ്മളെ കൊണ്ട് പിടിച്ച് നിർത്താൻ പറ്റില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പാരൻസ് ചെയ്യണം. ആസ് എ പാരൻ്റ് ആണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ആസ് എ ഗേൾ അല്ലെങ്കിൽ ഒരു മകൾ എന്ന രീതിയിൽ, ഒരു ഡോക്ടർ എന്ന നിലയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളും ഈ പ്രായം കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധി, ആ ഒരു മിനിമം കോമൺ സെൻസ് നിങ്ങൾ നിങ്ങളുടെ പിള്ളേരിലെ വളർത്തി കൊണ്ടുവന്നേ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബോറടിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ, സീ യു.